ജോസഫ് ഇടമറുക് യുക്തിവാദ പ്രസ്ഥാന ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പേര്. ഇന്നത്തെ തലമുറയ്ക്ക് യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി തല ഉയർത്തി നിന്ന് ഭയം കൂടാതെ മതവിമർശനം നടത്താനും യുക്തിവാദം പ്രചരിപ്പിക്കാനും സാധിക്കുന്നതിൽ ഇടമറുക് വഹിച്ച പങ്ക് ചെറുതല്ല. ഇടമറുകിനെ പോലുള്ള മുൻകാല യുക്തിചിന്തകരും യുക്തിവാദ പ്രചാരകരും നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമായാണ് ഇന്ന് യുക്തിവാദ പ്രസ്ഥാനം വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്നത്. 2006 ജൂൺ 29 അന്തരിച്ച ഇടമറുകിന്റെ 18ാമത് ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹം തുടങ്ങിവെച്ച പല പദ്ധതികളും സാക്ഷാത്കരിക്കുകയും പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മകനും റാഷണലിസ്റ്റ് ഇന്റർനാഷണൽ, ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ അമരക്കാരനും ലോകപ്രശസ്തമായ പല സംഘടനകളുടെയും സജീവ പ്രവർത്തകനുമായ സനൽ ഇടമറുക് പദ്ധതികളുടെ പ്രവർത്തനങ്ങളെ പറ്റി വിശദീകരിക്കുന്നു. യുക്തിവാദവും സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ വാങ്ങാനാകും. ഇന്ത്യൻ എത്തീസ് പബ്ലിഷേഴ്സിന്റെ ഓൺലൈൻ സ്റ്റോറിന്റെ ലിങ്ക് ചുവട്ടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില പുതിയ പദ്ധതികളും പരിപാടികളും ഒക്കെ ആരംഭിക്കുകയാണ്. മലയാളത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ പുസ്തകങ്ങൾ ഇ ബുക്കുകളായിട്ടും ഓഡിയോ ബുക്കുകളായിട്ടും ധാരാളമായിട്ട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ പ്രിന്റഡ് ബുക്സ് കുറഞ്ഞ പക്ഷം ഒരു 10-15 പുതിയ പുസ്തകങ്ങളെങ്കിലും ഓരോ വർഷവും കൊണ്ടുവരാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. പ്രസിദ്ധമായ പഴയ റീപ്രിന്റുകൾ പലതും അച്ചടി പുസ്തകമായിട്ടും ലഭ്യമാകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവർക്കും അതിന്റെ കോപ്പി അവരുടെ കൈവശം ഉണ്ടായിരിക്കാം, എങ്കിൽ പോലും ഖുറാൻ വിമർശന പഠനം പോലത്തെ ഒരു പുസ്തകം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അതിന്റെ ഇ ബുക്ക് മാത്രമേ കിട്ടാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന്റെ പ്രിന്റഡ് ബുക്കും ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ പല പുസ്തകങ്ങളും ചില ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു പ്രിന്റഡ് ബുക്കാണ് ഇടമറുകിന്റെ ആത്മകഥ. കുറെ കാലങ്ങളായിട്ട് ഈ ബുക്ക് ലഭ്യമായിരുന്നില്ല. കാരണം ഇത് ഓരോന്നും പ്രസിദ്ധീകരിച്ച് വരുന്ന സമയത്ത് ഇത് പുസ്തകമായിട്ട് ഇറക്കുമ്പോൾ ഇറ്റ് കോസ്റ്റ് സെവറൽ ഹൺഡ്രഡ് തൗസൻഡ്സ് ഓഫ് റുപ്പീസ്. 1500 പേജുള്ള ഒരു പുസ്തകം പ്രിന്റഡ് ബുക്കായിട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് 4-5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് പരമാവധി കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകുക, ആൾക്കാർക്ക് ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ഇ ബുക്കുകളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിയത്. എങ്കിലും ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് അത് നമ്മൾ പ്രിന്റഡ് ബുക്കായിട്ടും കൂടി കൊണ്ടുവരിക എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒപ്പം തേരാളി മാസിക ആരംഭിക്കുന്നു. 3ാമതായിട്ട് നമ്മൾ എല്ലാ ജില്ലയിലും നമ്മളൊരു കോണ്ടാക്ട് പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു റീജിയണൽ സെന്റർ ഓഫ് കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി നെസസിറ്റീസിനെ അഡ്രസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം. ഉദാഹരണത്തിന് ഒരു മാട്രിമോണി സർവീസ്. മാട്രിമോണി എല്ലാവരും കല്യാണം കഴിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. കല്യാണം കഴിക്കേണ്ടവർക്ക് കല്യാണം കഴിക്കാനോ, അല്ലെങ്കിൽ ഡേറ്റിംഗ് ഫ്രണ്ട്സിനെ കണ്ടെത്താനുള്ള ഒരു ഇതുണ്ടാക്കാനോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കണ്ടെത്താനോ, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട നിയമസഹായം ആവശ്യമായി വരുമ്പോൾ അത് ചെയ്യാനോ, അതിനുള്ളൊരു സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ആവശ്യമായിരുന്ന സമയത്ത് അതിനുള്ള സഹായങ്ങൾ ചെയ്യാനോ ഒക്കെയുള്ള ഒരു സംവിധാനം ഉണ്ടാവുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഒരു സെക്കുലർ ആയിട്ട് അതിന് എല്ലാവരും തന്നെ മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടില്ലാതെയും യാതൊരു പ്രശ്നങ്ങളില്ലാതെയും അത്തരം ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള സാങ്കേതിക സഹായം കൊടുക്കുക. ഇങ്ങനെ തുടങ്ങിയ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതിയും മതവും ഇല്ലാതെ ചേർക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ചില സമയങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ട നിയമസഹായം, പ്രായോഗിക സഹായം തുടങ്ങിയ സോഷ്യൽ സപ്പോർട്ടിൽ ട്രെയിൻ ചെയ്ത ഒരാൾ ലീഡ് ചെയ്യുന്ന ഒരു ലോക്കൽ ഗ്രൂപ്പ് എല്ലാ ജില്ലയിലും ഉണ്ടാക്കാൻ പറ്റുക. ഇത് ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നും തന്നെ ഏതെങ്കിലും ഒരു സംഘടന, അല്ലെങ്കിൽ ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ, അല്ലെങ്കിൽ കേരള യുക്തിവാദി സംഘം, BYS എന്ന് പറയുന്ന സംഘടന, അല്ലെങ്കിൽ നാസ്തിക് നേഷൻ, അതല്ലെങ്കിൽ എസെൻസ്, അല്ലെങ്കിൽ എസെൻസ് ഗ്ലോബൽ, ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് അല്ലേ. നമുക്ക് ഏതാണ്ട് കേരളത്തിലേതാണ്ട് 10-20-25 വ്യത്യസ്ത യുക്തിവാദി സംഘങ്ങളുണ്ട്. പല പേരുകളിൽ അറിയപ്പെടുന്നു. പൊതുവായിട്ട് ഇതെല്ലാം തന്നെ ഏതാണ്ട് ഒരു ലക്ഷ്യത്തിൽ തന്നെ പോകുന്ന സംഘടനകളാണ്. ഞാൻ ഈ സംഘടനകളെക്കാൾ കൂടുതലായി പ്രാധാന്യം കൊടുത്ത് കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ പ്രസ്ഥാനങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് വരുന്നവർ, അവർക്കൊക്കെയുള്ള ചില കമ്മ്യൂണിറ്റി നീഡ്സ് ഉണ്ട്. അതിനെ ഈ സംഘടനാ ഭേദങ്ങൾക്കൊക്കെ അതീതമായിട്ട് അതിനെ നമ്മുടെ ഒരു പൊതു പ്രശ്നമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഒരു ലീഗലി എക്സ്പെർട്ടീസ് ഉള്ള, ഇത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രാക്ടിക്കൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരു സംഘം ആൾക്കാരെ നമ്മൾ എല്ലാ ജില്ലയിലും വളർത്തിയെടുക്കുന്നു. 1, 2, 3 പേരെ ഉണ്ടാക്കുന്നു. അതിന് ഓരോ ജില്ലയിലും നമ്മളൊരു റാഷണലിസ്റ്റ് അംബാസിഡർ ഉണ്ടാവുക. ആ റാഷണലിസ്റ്റ് അംബാസിഡർക്ക് നിരന്തരമായി പുതിയ സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങളും കൂടി ഉപയോഗിച്ചുകൊണ്ട് പരിശീലനം കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാൽ നിയമസഹായം ആവശ്യമാവുന്ന സമയത്ത് നമുക്കൊരു ലീഗൽ സെല്ലുണ്ടാവുക.
അതുപോലെ തന്നെ മെഡിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആവശ്യമായി വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരാമല്ലോ നമുക്ക്. അപ്പം അവിടെയൊന്നും നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല നമ്മുടെ ആൾക്കാരും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുക. ഇതൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പലപ്പോഴും വേണ്ടി വരുന്നത് ഇതേക്കുറിച്ചുള്ള നോഹോ ഉള്ള ഒരാളുടെ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പാലിയേറ്റീവ് കെയർ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഹൗ ഡു യു ഗോ ഫോർ ഇറ്റ്? നമുക്കറിയാവുന്ന ചില സുഹൃത്തുക്കൾ പ്രായമായി, കുടുംബത്തിലെ മറ്റംഗങ്ങൾ മരിച്ചുപോയി, ഒറ്റയ്ക്കായിപ്പോയി. അങ്ങനെ വരുമ്പോഴേക്കും ഒരു ഓൾഡ് ഏജ് കെയർ ഹോമിൽ പോകണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കെയർ ഹോംസ് എല്ലാം തന്നെ ഇന്ന് പലപ്പോഴും പല മതസംഘടനകളുടെ കീഴിലാണ്. അവിടെ പോകുമ്പോൾ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച് അവിടെ ജീവിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാണ് സെക്യുലർ ആയിട്ടുള്ള ഇത്തരം ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് എവിടെയൊക്കെ ഉണ്ട്, അത് എങ്ങനെയാണ് അത് ലഭ്യമാവുക? ഇതാണ് ഞാൻ പറയുന്ന ഈ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് നോഹോ, അത് ലോക്കലൈസ്ഡ് നോഹോ നമുക്ക് ആവശ്യമുണ്ട്, ഓരോ സ്ഥലത്തും ആവശ്യമുണ്ട്. ഇതൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. കുറെ കൂടി വളരെ വിപുലമായ തലത്തിൽ നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ആൾക്കാർ ഒരു വശത്ത് ഒരു ബസ്സിലൂടെ വാതിലൂടെ കടന്നു വരികയും മറ്റൊരു വാതിലൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ആൾക്കാരല്ല നമുക്ക് വേണ്ടത്. ഇതിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ നേരിടുന്ന പ്രായോഗിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ആൾക്കാരെ എക്വിപ്പ് ചെയ്യുന്ന പ്രാദേശികമായ ഒരു സ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്രാദേശിക കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക. അതിന് ഇപ്പോൾ നമ്മൾ കരുതുന്ന മാർഗം എന്ന് പറയുന്നത് ഓരോ ജില്ലയിലും ഒരു റാഷണലിസ്റ്റ് അംബാസഡറെ തിരഞ്ഞെടുക്കുക, ആ ആൾക്ക് പരിശീലനം കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ടീം ഉണ്ടാവുക. ഇത് സംഘടനകൾക്ക് അതീതമായിട്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടത് ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ ഉള്ളവരോ അത് പിന്നീട് ഇനി വീഡിയോയിൽ വരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ കാണുമ്പോഴോ വോളണ്ടിയർ ചെയ്ത ആൾക്കാർ മുന്നോട്ട് വരണം. അതായത് എനിക്ക് ഒരു ആഴ്ചയിൽ 5 മണിക്കൂർ അതല്ലെങ്കിൽ 7 മണിക്കൂർ എനിക്ക് ചെലവഴിക്കാൻ പറ്റും. അപ്പാർട്ട് ഫ്രം മൈ വർക്ക്, വീക്കെൻഡിലെ സമയവും വൈകുന്നേരങ്ങളിലെ സമയവും ഒക്കെ ആയിട്ട് എനിക്ക് 10 മണിക്കൂർ സാധിക്കും ഒരു ആഴ്ചയിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ 10 മണിക്കൂർ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി നെസസിറ്റീസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്ന നിലയിൽ അവർക്കൊരു പരിശീലനം കൊടുക്കുക. അവർക്ക് ഉദാഹരണത്തിന് വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ ഫോൺ കോളുകൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റും. ഐ ക്യാൻ ഗിവ് അഡ്വൈസ് ടു പീപ്പിൾ. ഒരാൾ സൈക്കോളജിക്കൽ സ്ട്രെസ് ഒരാൾക്കുണ്ടെങ്കിൽ ഹൗ ഡു ഹാൻഡിൽ ഇറ്റ്? ഇപ്പൊ പലപ്പോഴും മതം വിട്ടുവരുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഒരുപാട് വലിയ പ്രഷേഴ്സ് ഉണ്ടാവാറുണ്ട്, ഫാമിലിയുടെ ഭാഗത്തുനിന്ന് സമൂഹത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവാറുണ്ട്. അവർ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നാം. അങ്ങനെ വരുമ്പോൾ ഹൗ ഡു യു ഗെറ്റ് എ മോറൽ സ്ട്രെങ്ത് ടു ഹാൻഡിൽ ഇറ്റ്? അതിന് എഫിഷ്യൻ്റ് ആയിട്ട് സപ്പോർട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? ഹും യു ക്യാൻ കോൺടാക്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സെന്റർ എത്ര മണി മുതൽ എത്ര മണി വരെ എല്ലാ ജില്ലയിലും എല്ലാ ദിവസവും നമുക്ക് റീച്ച് ചെയ്യാവുന്ന ഒരു നമ്പർ, ഒരു 2 മണിക്കൂർ, അങ്ങനെയുള്ള കുറച്ച് പേരെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടെത്താൻ പറ്റുക. അത് ആരൊക്കെയാണ് എന്ന് നമ്മൾ ആൾക്കാരെ അറിയിക്കുക. ഇതാണ് ചെയ്യാൻ പോകുന്ന ഒരു സംഗതി. ഇത് കേരളത്തിൽ മാത്രമല്ല ചെയ്യാൻ പോകുന്നത്, ഇതൊന്ന് യൂറോപ്പിലെ വികസിത രാജ്യങ്ങളിലൊക്കെയുള്ള യുക്തിവാദി സംഘങ്ങൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. എൻ്റെ ഒരു പുതിയ ഇന്നോവേഷൻ ഒന്നും അല്ല ഇത് ബ്രിട്ടനിലാണെങ്കിലും അതല്ലെങ്കിൽ സ്വീഡനിലാണെങ്കിലും ഫിൻലൻഡിലാണെങ്കിലും ഒക്കെ തന്നെ ഇതുണ്ട്. ഇതൊക്കെ വളരെ വികസിതമായ രാജ്യങ്ങളിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന സംഗതികളാണ്. ഇപ്പോൾ ഒരു വാർദ്ധക്യത്തിലെത്തിപ്പോയി ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളുണ്ടെങ്കിൽ സംബഡി ഹാസ് ടു വിസിറ്റ് ഹിം എവറി വീക്ക്. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മുടെ സെലക്ട് ചെയ്ത 1-2 പേരെ അവരെ കാണുന്നു, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നു, അവർക്ക് ചിലപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ സപ്പോർട്ട് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് വേണ്ടി വരുന്നു, അവർക്ക് വെളിയിൽ പോകാൻ സഹായം, വണ്ടിയുള്ളൊരു സുഹൃത്ത് എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് വെളിയിൽ കറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദർ ലൈഫ് വുഡ് ബിക്കം വെരി ഡിഫറെൻറ്റ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കണം. ഇത് സ്റ്റേറ്റ് ഒക്കെ ചെയ്യേണ്ടതാണ് എല്ലായിടത്തും. പക്ഷെ എപ്പോഴും എന്ത് സ്റ്റേറ്റ് എപ്പോൾ ചെയ്താലും നമുക്ക് സപ്ലിമെന്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യില്ല. ഒരു സെൻട്രലൈസ് ചെയ്തിട്ടല്ല ഇത് ചെയ്യേണ്ടത്, ഡീസെൻട്രലൈസ് ചെയ്ത് തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാ ജില്ലയിലും ഇത്തരം ചില സംവിധാനങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ ഈ കാര്യത്തിൽ ഒരു പരീക്ഷണം നടത്താൻ പോകുന്ന കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് 2-3 പട്ടണങ്ങൾ കൂടി എടുക്കുകയാണ്. ഒന്ന് ചെന്നൈ, ഒന്ന് ബാംഗ്ലൂർ, പിന്നെ ഒന്ന് ഡൽഹി, ഒന്ന് മുംബൈ. കേരളത്തിലെ എല്ലാ ജില്ലയും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇത്രയും സ്ഥലങ്ങളിൽ ഒരാളെ നമുക്ക് കിട്ടണം ഹു വുഡ് ഡെഡിക്കേറ്റ് 10 hours എവറി വീക്ക്. ആൾക്ക് കുറച്ചു കാലം ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നവരുള്ളൂ. അത് ഇങ്ങനെ തിരക്കായി കഴിയുമ്പോൾ നേരത്തെ പറയണം, വിൽ എക്വിപ്പ് അനദർ പേഴ്സൺ. ചിലപ്പോൾ അവരെ കൂടുതൽ ജോലി വന്നാൽ വി വിൽ ഗിവ് അനദർ പേഴ്സൺ ടു ഹെൽപ്പ് ഹിം. അത് 100% വോളണ്ടിയർ ചെയ്ത് തന്നെ ചെയ്യണം. അതിന് വേണ്ടി വരുന്ന ചില ചെലവുകളൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നു വരാം. അതിന് ടെക്നിക്കൽ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ
ഒരു 5 മുതൽ 10 മണിക്കൂർ ഒരാഴ്ച വോളണ്ടിയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെങ്കിലും ഒരു ജില്ലയിൽ നിന്ന് നമുക്ക് ഉണ്ടാവുകയും ആ ആളെ നമുക്ക് ഒരു ലീഗൽ സെല്ലുമായിട്ട് ബന്ധിപ്പിക്കുക, ഒരു മെഡിക്കൽ സെല്ലുമായിട്ട് ബന്ധിപ്പിക്കുക, കമ്മ്യൂണിറ്റി സപ്പോർട്ടിന് ആവശ്യമായ മറ്റു കാര്യങ്ങൾ, ഈ രജിസ്ട്രേഷൻ ഓഫ് മാരേജ് അല്ലെങ്കിൽ ഈ തുടങ്ങിയ കാര്യങ്ങൾ, സ്കൂളിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആരെയാണ് ഒരു അടിയന്തര സാഹചര്യത്തിൽ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന നിലയിൽ അവരെ നമ്മൾ എക്വിപ്പ് ചെയ്യുക. ഇതാണ് ഈ യൂറോപ്പിലെയും മറ്റും രാജ്യങ്ങളിൽ യുക്തിവാദി സംഘങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ബിൽഡപ്പ് ചെയ്യാൻ അവർക്ക് പറ്റി. നോക്കൂ, പണ്ട് ഇത്തരം കാര്യങ്ങൾ മതങ്ങൾ പലപ്പോഴും അവരുടെ അന്ധവിശ്വാസ പ്രചരണങ്ങളോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ചില സംഗതികളുണ്ട്. പല മതങ്ങളും ഇന്നതിന്റെ പഴയ രൂപം മാറിയിട്ട് ആ മതങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ ആവശ്യങ്ങൾ സാധൂകരിക്കുന്ന കേന്ദ്രങ്ങളായി കൂടി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ക്രിസ്ത്യൻ ചർച്ച എടുത്തു കഴിഞ്ഞാൽ അവര് ഫ്യൂണറൽ അവരത് ഹാൻഡിൽ ചെയ്യും. പക്ഷേ ഫ്യൂണറൽ അവർ വലിയൊരു ബിസിനസ്സാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ബാപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ക്രിസ്ത്യാനികൾക്കുണ്ട് അല്ലേ. അപ്പൊ അത് ഒരു ചർച്ച് സർവീസ് ആയിട്ടാണ് കരുതുന്നത്. വിവാഹം, അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ തന്നെ ഒരു സെക്കുലർ ഓൾട്ടർനേറ്റീവ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നമ്മളിതെല്ലാം പകരം നമ്മൾ ഇത് ഏറ്റെടുത്ത് നടത്തുകയല്ല. നമ്മൾ നിലവിലുള്ള സെക്കുലർ ഫെസിലിറ്റീസ് ആൾക്കാർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഉള്ള വഴിയൊരുക്കി കൊടുക്കുക ഉദ്ദേശിക്കുന്നത്. വിവാഹം കഴിക്കുന്നതിന് ഒരു പള്ളിയുടെയും അമ്പലത്തിന്റെയും മോഹത്തിന്റെയും ഒന്നും ആവശ്യമില്ല. ഒരു രജിസ്റ്റർ ഓഫീസ് ഉണ്ട്. കല്യാണം അവർക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, രജിസ്റ്റർ ചെയ്യാതെ ഒന്നിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രാക്ടിക്കൽ സൈഡ്സ് എന്തൊക്കെയാണ് ഒരു ലീഗൽ എക്സ്പേർട്ട് രണ്ടുപേരോട് സംസാരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇൻഹെറിറ്റൻസ് ഇഷ്യൂസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചർ വരാവുന്ന സംഗതികളൊക്കെ അവർക്ക് ലീഗൽ ഹെൽപ്പ് വേണം. അതുപോലെ തന്നെ കുട്ടികൾ എപ്പോൾ വേണം എപ്പോൾ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട സഹായം വേണ്ടത് ഒരു മെഡിക്കൽ സപ്പോർട്ട് അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം വേണം. ഇതൊന്നും തന്നെ ഒരു റിലീജിയസ് സ്ട്രക്ചറിന്റെ ആവശ്യങ്ങളില്ലാതെ സെക്കുലർ ഓൾട്ടർനേറ്റീവ് നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇതെല്ലാം തന്നെ ചെയ്യുന്നത് ഒരു പൂർണ്ണമായ സംവിധാനം നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടല്ല. നമുക്കിന്ന് സെക്കുലർ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതേക്കുറിച്ചുള്ള നോഹൗ നമുക്ക് പ്രാദേശികമായി കളക്ട് ചെയ്ത് ആ നോഹൗ നമുക്ക് അവൈലബിൾ ആക്കുക എന്ന് പറയുന്ന മറ്റുള്ള എക്വിപ്പ് ചെയ്യുന്ന റാഷണലിസ്റ്റ് അംബാസിഡേഴ്സ് ആണ് നമ്മൾ എല്ലാ ജില്ലയിലും ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചില ജില്ലകളിൽ ചില ആൾക്കാരൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒരു 4-5 മണിക്കൂറെങ്കിലും ഒരാഴ്ച ചെലവഴിക്കാൻ അവർക്ക് സന്മനസ്സുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഞാനത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഏർപ്പാട് ചെയ്യാൻ കേരളത്തിൽ തന്നെയുള്ള ചില സുഹൃത്തുക്കളുണ്ട്. ഇനി മറ്റ് ഞാനീ പറഞ്ഞ പ്രധാന പട്ടണങ്ങളിൽ, അതായത് ചെന്നൈയിലും ബാംഗ്ലൂരും ഡൽഹിയിലും മുംബൈയിലും ഇത്തരം സെന്റേഴ്സ്, ഈ സെന്റേഴ്സ് ഒക്കെ തന്നെ ഒരു പ്രത്യേകമായ കെട്ടറൊന്നും ആവശ്യമില്ല. ആരുടെയെങ്കിലും ഒരാളുടെ വീടും ഒരു ഫോണും മാത്രം മതി ഇക്കാര്യത്തിൽ. അവരുടെ ഒരു മൊബൈൽ ഫോണിൽ സ്വീകരിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇതിനകത്തുള്ളത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു സംഗതി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾക്ക് ചില ആൾക്കാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ പ്രൊജക്ട് ഫ്രീ തോട്ട് എന്ന് പറഞ്ഞൊരു പുതിയ പദ്ധതി കഴിഞ്ഞ നമ്മുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് വെച്ച് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് ഫ്രീ തോട്ടിനകത്ത് 4-5 പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. പ്രൊജക്ട് ഫ്രീ തോട്ടിൽ വരുന്ന പ്രധാനപ്പെട്ട സംഗതികൾ ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. ഒന്നാമത്തേത്, നമ്മുടെ ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ആൾക്കാർക്ക് വേണ്ടി വരുന്ന കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്നുള്ള ഞാനിപ്പോൾ പറഞ്ഞ സംഗതിയാണ് ഒന്നാമത്തെ സംഗതി. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, ഈ മറ്റു രാജ്യങ്ങളിൽ, ഇന്ത്യയിലെ പോലത്തെ രാജ്യത്തല്ല, പല രാജ്യങ്ങളിലുമുള്ള ആൾക്കാർക്ക് അവരുടെ മതവിശ്വാസത്തോട് അവർ ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ യാഥാസ്ഥിക സമൂഹത്തോട് ഏറ്റുമുട്ടുമ്പോൾ ചിലപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. നമുക്ക് നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടാകാറുണ്ട് പലപ്പോഴും. അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് അവർക്കൊരു ലീഗൽ സപ്പോർട്ട് കിട്ടുക? ഒരുപക്ഷെ ഈ ബംഗ്ലാദേശ് പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർക്ക് രാജ്യം വിട്ടുപോകേണ്ടി വന്നു വരാം. അങ്ങനെയുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുകയാണ്. ആ സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ പറയാം. ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു യൂനസ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ് മുറിയിൽ വെച്ച് ഒരു നിർദോഷമായ ഒരു ചോദ്യം ഒരു കുട്ടി ചോദിക്കുകയാണ്. നിർദോഷമെന്ന് തോന്നാവുന്ന ഒരു ചോദ്യം. അതായത്, മുസ്ലിങ്ങൾക്ക് അവരുടെ മുഖത്തെയും കക്ഷത്തെയൊക്കെ രോമം സൂക്ഷിക്കാൻ പറ്റുമോ? അത് സൂക്ഷിച്ചാലോ സൂക്ഷിച്ചില്ലെങ്കിലോ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുമോ ഇല്ലയോ എന്ന മറ്റുള്ള ഒരു ചോദ്യം. ഇദ്ദേഹം അതിനൊരു ഉത്തരം പറയുന്നു. ആ ഉത്തരം പറയുമ്പോൾ ഇപ്പൊ മുഹമ്മദിന്റെ ഇത് മുഹമ്മദിന് കിട്ടിയ ഒരു വിസ്റ്റമാണ് എന്ന മട്ടിൽ അദ്ദേഹം ഈ ഒരു ഖുറാന്റെ ഉദ്ധരണി ഉണ്ടായിട്ട് പറയുമ്പോൾ, അപ്പൊ മുഹമ്മദിന്റെ അച്ഛൻ അത് ഉണ്ടായിരുന്നില്ല ആ നില, അതാണ് ശരിയെങ്കിൽ അത് ഉണ്ടാവില്ലല്ലോ എന്ന് മറ്റൊരു മറുപടി പറയുന്നു. ദാറ്റ് വാസ് ടേക്കൺ ആസ് ബ്ലാസ്ഫമി. ഓക്കെ, ഇങ്ങനെയാണ് ബ്ലാസ്ഫമി കേസുകൾ ഓരോരുത്തരുടെ മേൽ ചാർത്തപ്പെടുന്നത്. പാകിസ്ഥാൻ വളരെ അപകടകരമായ ഒരു രാജ്യമാണ് ഇക്കാര്യത്തിൽ. യൂനുസ് ഷെയ്ഖ്, അദ്ദേഹത്തെ എനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു, ഡൽഹിയിലൊക്കെ വന്നിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ യൂനുസിനെതിരായിട്ട് മതനിന്ദ കേസ് ഉണ്ടാകുന്നു. ആ മതനിന്ദ കേസിൽ
പാകിസ്ഥാനിൽ അതിന് വധശിക്ഷയാണ് കിട്ടുന്നത്. അദ്ദേഹത്തിന് വധശിക്ഷ നൽകാനാണ് കീഴ്ക്കോടതി വിധിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു വലിയ ഇന്റർനാഷണൽ പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ ബിൽഡ് ചെയ്യാൻ ആരംഭിച്ചു. അതിപ്പോഴല്ല, ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലത്താണ് അത് ചെയ്തത്. അതേ തുറന്നിട്ട് വലിയ ശ്രമങ്ങളുണ്ടായി. അദ്ദേഹത്തിന് അപ്പീൽ പോയി, സുപ്രീം കോടതി വരെ പോയിട്ടും അദ്ദേഹത്തിന് വധശിക്ഷ സ്ഥിരീകരിക്കുന്നു. പക്ഷെ വലിയ ഇന്റർനാഷണൽ ഒപ്പീനിയൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ചെയ്തു വെച്ചാൽ, അമേരിക്കയിലെ പാകിസ്ഥാൻ എംബസിയുടെ മുന്നിലും ബ്രിട്ടനിലെ പാകിസ്ഥാൻ എംബസിയുടെ മുന്നിലും ഒക്കെ ഒരുപാട് വളരെ പ്രസിദ്ധരായ സാഹിത്യകാരന്മാരൊക്കെ ഉൾപ്പെടെയുള്ളവരെ പ്രതിഷേധ പ്രകടനമല്ല, അവരുടെ പ്രൊട്ടസ്റ്റ് കാണിക്കാൻ വേണ്ടി വലിയ മീഡിയ അറ്റൻഷൻ കിട്ടി. ഒടുവിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് തന്നെ ഇയാളെ റിലീസ് ചെയ്യാൻ സമ്മതിച്ചു. അത് മുഷറഫിന്റെ കാലത്താണ്. അദ്ദേഹത്തെ അവരൊരു ബെയിൽ കൊടുത്ത് വെളിയിൽ ഇറക്കിയിട്ട് ഒരു പ്രീ അറേഞ്ച്ഡ് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്വിറ്റ്സർലൻഡിലേക്ക് രക്ഷിച്ചെടുത്തു. അല്ലെ, അതുപോലെ നിങ്ങൾക്കൊക്കെ അറിയാം തസ്ലിമ നസ്രീന് ബംഗ്ലാദേശിൽ നേരിടേണ്ടി വന്ന പ്രശ്നം, അല്ലേ? അന്ന് അതിനെ നേരിടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അവസാനം നമ്മളവരെ രക്ഷിച്ച് സ്വീഡനിൽ എത്തിക്കുന്നു. അവര് സ്വീഡനിൽ സുരക്ഷിതയായി കഴിഞ്ഞു. പിന്നീട് അവർ ഇന്ത്യയിൽ വന്നു. ഇപ്പൊ ഇന്ത്യയിലാണ് അവർ താമസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒട്ടേറെ ആൾക്കാർ പല രാജ്യങ്ങളിലുണ്ട്. നമുക്ക് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊക്കെ പരിചയമുള്ള പല മേഖലയിലും ഇത്തരം സാഹചര്യങ്ങളെ നേരിടുന്ന ആൾക്കാരുണ്ടായിരിക്കാം എന്ന കാര്യം ഉറപ്പാണ്. അപ്പം അത് അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ പെൻ ഇന്റർനാഷണൽ, അതുപോലെ ആംനസ്റ്റി ഇന്റർനാഷണൽ തുടങ്ങിയ സംഘടനകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു രക്ഷാ പദ്ധതി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ചെയ്യാൻ പറ്റിയത് ടുണീഷ്യ എന്ന് പറയുന്ന ഒരു അറബ് രാജ്യമുണ്ട്, കൊച്ചു രാജ്യമാണ്. നമ്മുടെ മുല്ലപ്പൂ വസന്തം, ജാസ്മിൻ റവല്യൂഷൻ, മുല്ലപ്പൂ വിപ്ലവം തുടങ്ങിയത് ടുണീഷ്യയിലാണ്. പക്ഷെ ഇപ്പോഴും അവിടെ വളരെ യാഥാസ്ഥിക സമൂഹമാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു LGBT ഡിഫൻഡർ ആയിട്ടുള്ള ഒരു യുക്തിവാദിയെ അവിടെയുള്ള സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റാതെ വരുന്നു. അദ്ദേഹത്തിന് അവിടെ വലിയ പ്രശ്നം വരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ട് റൊമേനിയയിൽ എത്തിച്ചേരുന്നു. അപ്പൊ പോളണ്ടിൽ ഒരു കോൺഫറൻസ് വെച്ച് അദ്ദേഹം ഞാനുമായിട്ടൊക്കെ കണ്ടുമുട്ടി. അതേ തുറന്നിട്ട് അദ്ദേഹം അവിടെയുള്ള മറ്റൊരു പ്രതിയുടെ സഹായത്തോടെ ഡെൻമാർക്കിൽ എത്തിച്ചേർന്നു. ഡെൻമാർക്കിൽ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ അസൈലം സീക്ക് ചെയ്യുന്നു. അതൊരു വലിയ സാധാരണ ഇങ്ങനെ അല്ല ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് അത് തള്ളിക്കളഞ്ഞു ഗവൺമെന്റ്. അതേ തുറന്നിട്ട് അദ്ദേഹം ഒരു അപ്പീലിന് വേണ്ടി ശ്രമിക്കുകയും ആ അപ്പീലിൽ ഞാൻ ഒക്കെ വളരെ മുൻകൈ എടുത്തിട്ടാണ് ചെയ്തത്. ഡാനിഷ് ഗവൺമെന്റ് എഴുതുകയും നമ്മുടെ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആ കേസ് വീണ്ടും പുനഃപരിശോധിക്കുകയും കഴിഞ്ഞ ആഴ്ച ഈ നാസർ അമാരി എന്ന് പറയുന്ന സുഹൃത്തിന് അവിടെ ഡെൻമാർക്കിൽ സുരക്ഷിതമായ ഒരു സെക്യൂരിറ്റി ആ ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പേര് വെളിയിൽ പറയാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കേസും ഇപ്പൊ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശിലുള്ള ഒരു യുക്തിവാദി സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേരിപ്പോൾ എനിക്ക് പറയാൻ നിവൃത്തിയില്ല, കാരണം അദ്ദേഹം രക്ഷപ്പെട്ടതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് അടുത്ത കാലത്ത് വലിയൊരു പ്രശ്നമുണ്ടായി. അദ്ദേഹത്തിന്റെ വീട് ഒരു സംഘം തീവ്രവാദികൾ വളഞ്ഞു. ഒരു കടയുണ്ടായിരുന്നു, അത് കത്തിച്ചു കളഞ്ഞു. അദ്ദേഹം രക്ഷപ്പെട്ട് വേറെടുത്ത് പോയി. അവിടെ വെച്ച് അദ്ദേഹത്തെ ആൾക്കൂട്ടം വളഞ്ഞ് കുത്തി. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഖുറാന്റെ വാദമുഖങ്ങൾക്കെതിരായിട്ട് നിരന്തരമായിട്ട് ആർട്ടിക്കിൾസ് എഴുതിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ സുരക്ഷിത താവളത്തിലുണ്ട്. അപ്പം അദ്ദേഹത്തെ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. അപ്പം നമ്മൾ പെൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർ. അതിന്റെ സൗത്ത് ഏഷ്യ റീജിയണൽ ഡയറക്ടറും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിനുള്ള സഹായം ലഭ്യമാകും എന്നാണ് അവസാനം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഒരു പക്ഷേ 1-2 ആഴ്ചകൾക്കുള്ളിൽ അദ്ദേഹം രക്ഷപ്പെട്ടതിന് ശേഷം അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പറ്റും. ഇത് വേറെ നമ്മൾ കേരളവുമായിട്ടോ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സംഗതിയിൽ അന്തർദേശീയമായി നമ്മൾ ഈ പ്രൊജക്ട് ഫ്രീ തോട്ടിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന മറ്റൊരു സംഗതിയാണ് ഈ മിക്സഡ് മാരേജസ്, ഇന്റർഫെയ്ത്ത് മാരേജസ്, ഇന്റർ റിലീജിയസ് മാരേജസ്, ഇന്റർ റേഷ്യൽ മാരേജസ്. നമ്മൾ മിശ്ര വിവാഹം എന്നൊരു പദത്തിൽ മലയാളത്തിൽ പറയുന്നതിന് ചില ആൾക്കാർ ആ പദം മനസ്സിലാക്കാതെ എങ്ങനെയാണ് മനുഷ്യരും കല്യാണം കഴിക്കുമ്പോൾ മിശ്ര വിവാഹമാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ മിക്സഡ് മാരേജ് എന്നോ ഇന്റർഫെയ്ത്ത് മാരേജസ് എന്നോ ഒക്കെ പറയുന്ന ഈ സംഗതി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 വംശത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ 2 ജാതികളിൽപ്പെട്ട ആൾക്കാർ, അതല്ലെങ്കിൽ 2 കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാർ അവരൊരു കുടുംബമായി ചേരുമ്പോൾ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ യാഥാസ്ഥിതിക സമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു എതിർപ്പ് വരുമ്പോൾ ആ എതിർപ്പിനെ നേരിടേണ്ടത് എങ്ങനെയാണ്? നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന് അതിനു വേണ്ട നിയമസഹായം അവർക്ക് ലഭ്യമാകണം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കേരളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ റാഷണലി അംബാസഡേഴ്സിന്റെ ജോലികളിലൊന്ന് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അതായത്
നമ്മുടെ സെക്കുലർ സമൂഹത്തിൽ ലഭ്യമായ സഹായങ്ങൾ കൃത്യമായി അവർക്ക് അവൈലബിൾ ആക്കാനുള്ള ഒരു ആ നോഹോ ഉള്ള ഒരാൾ അവരോട് പറഞ്ഞത് മനസ്സിലാക്കുക. ഇതാണ് വേണ്ടത്. അപ്പം ഈ ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു ശ്രമം ഇന്റർനാഷണൽ തന്നെ കൊണ്ടുവരാനായിട്ട്, കാരണം ഇന്റർനാഷണൽ ആയിട്ട് ഇതൊരു വലിയ പ്രശ്നമാണ്. രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർ കല്യാണം കഴിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആൾക്കാർ പലപ്പോഴും അസഹിഷ്ണുക്കളായി തീരുകയും അവർക്കെതിരായിട്ട് വളരെ ശക്തമായി ഉള്ള ആക്രമണോന്മുഖമായി തീരാറുണ്ട്, പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശ് പോലത്തെ ഒരു സംസ്ഥാനത്ത് നമുക്കൊക്കെ അറിയാം, നമുക്ക് ഒരാൾക്ക് സിവിൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 30 ദിവസം നോട്ടീസ് കൊടുക്കണം, അല്ലേ? പക്ഷേ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവർക്ക് ഈ 30 ദിവസം പോരാ, ഉത്തർപ്രദേശിൽ 60 ദിവസം വേണം. ഒരു ഡിസ്ക്രിമിനേഷൻ ആണത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള ഈ ഡിസ്ക്രിമിനേറ്ററി പ്രൊവിഷൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിയമപരമായിട്ട് നേരിടുക, അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ജെനുവിൻ കേസസിന്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള നിയമസഹായം, അതിന് വേണ്ടിയിട്ടുള്ള മോറൽ സപ്പോർട്ട്, സോഷ്യൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അന്തർദേശീയമായി തന്നെ നടക്കുന്നുണ്ട്. അത് പല രാജ്യങ്ങളിലുള്ള യുക്തിവാദി സംഘങ്ങൾ ഈ പറയുന്ന പദ്ധതികളുമായിട്ട് സഹകരിച്ചാണ് പോകുന്നത്. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതും ഒക്കെ തന്നെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രവർത്തനമായിട്ടല്ല ഇതൊന്നും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഒട്ടാകെ നമ്മൾ ഈ പ്രവർത്തനം കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ നമ്മൾ വി വെൽക്കം പീപ്പിൾ ഫ്രം ഓൾ ഡിഫറെന്റ് ഓർഗനൈസേഷൻ. ഏത് സംഘടനയിലുള്ള ആൾക്കാർ നമ്മളോട് സഹകരിക്കുക ഇത്തരം കാര്യങ്ങൾ. നമ്മൾ യുക്തിവാദി സംഘങ്ങളിൽ നിന്നോ സ്വതന്ത്ര സംഘടനകളിൽ നിന്നോ നാസ്തിക സംഘങ്ങൾ എന്നൊക്കെ പറയുന്ന ഏത് പേരിൽ അറിയപ്പെടുന്ന ഈ പറയുന്ന ഈ മതിലിന്റെ ഒരു വശത്ത്, അല്ലെ, അന്ധവിശ്വാസത്തിനും അനാചാരങ്ങളുടെയും അല്ലാത്ത മറുവശത്തുള്ള മുഴുവൻ ആൾക്കാരെയും നമ്മൾ ഒരുപോലെയാണ് കാണുന്നത്, ഒരുപോലെ സ്വാഗതം ചെയ്യുന്നു. അവരെവിടെ നിന്ന് വരുന്നു, ഏത് സംഘടനയിൽ നിന്ന് വരുന്നു എന്നുള്ള ഒരു പ്രശ്നമേ ഇല്ല. ഇനി തിരിച്ച് ഒരു സംഘടനയുമായി ബന്ധമില്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇത് ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, ഇത് മൗലികമായ നമ്മുടെ ചില ജീവിത അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ആ നിലയിൽ ഒരു ബ്രോഡ് അപ്രോച്ചാണ് ഇക്കാര്യത്തിൽ ഞങ്ങളൊക്കെ എക്കാലത്തും പുലർത്തിയിട്ടുള്ളത്. സംഘടനാ ഭേദമന്യേ ഇത്തരം കാര്യങ്ങളിൽ ഏത് ഗ്രൂപ്പ്, ഏത് സംഘടന, ഏതാളുടെ കൂടെയാണ് നിങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് തുടങ്ങിയതൊക്കെ അപ്രസക്തമാണ്. ഇതൊരു കോസിന് വേണ്ടി നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയും നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഒരു പൊതു താല്പര്യത്തോടുകൂടി മുന്നോട്ട് വരുന്ന ഒരു സംഘത്തെ വളർത്തിയെടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചു വരുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്നാമതൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കൗൺസിലിംഗ് സെന്റേഴ്സ് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രസിദ്ധീകരണ സംരംഭം, അത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം, ലോകത്തിലെ പ്രസിദ്ധമായ പല പുസ്തകങ്ങളെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ആരും തന്നെ അത് വായിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ സമ്മറി പോലും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ എങ്ങനെയാ പുസ്തകം കിട്ടുക, അല്ലെ? അത് ആവശ്യമുണ്ട് വായിക്കാൻ? ഇല്ല, അത് മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പുസ്തകങ്ങൾ വളരെ തുച്ഛമായ ഒരു വിലയ്ക്ക്, അല്ലെങ്കിൽ വിലയില്ലാതെ തന്നെ ഇ ബുക്കുകളായിട്ടും ഓഡിയോ ബുക്കുകളായിട്ടും കിട്ടിയാലോ? ഒരു 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 ഉദാഹരണം പറയാം. ഇംഗർസോളിന്റെ കൃതികൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തിവാദ കൃതികളിൽ മുൻനിരയിൽ നിൽക്കുന്ന കൃതികളായി കരുതുന്ന സംഗതിയാണ് ഇംഗർസോളിന്റെ കൃതികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത് ഒട്ടേറെ ഭാഷകളിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ അതിന്റെ ഭാഷാ സൗകുമാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും ഷേക്സ്പിയറിന്റെ കൃതികളേക്കാൾ ഭാഷാസുന്ദരമായ ഒരു രചനയൊക്കെയാണ് അതിനകത്ത് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ആ ഇംഗർസോളിന്റെ കൃതികളിൽ നിന്ന് മലയാളത്തിൽ അതിന്റെ പല പുസ്തകങ്ങൾ ലഭ്യമാണ്. പക്ഷെ അത് ലോകത്തിലെ മറ്റു ഭാഷകളിൽ ഇത് ലഭ്യമല്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിത് ഇംഗ്ലീഷിൽ തന്നെ ഇന്ന് എവിടെ കിട്ടും? ഇംഗർസോളിന്റെ കൃതികൾ ഇന്ന് എവിടെ കിട്ടും? പല ആൾക്കാർക്കും അറിയ പോലുമില്ല ഇംഗർസോളിന്റെ കൃതികൾ എവിടെ കിട്ടും എന്ന കാര്യത്തിൽ. അപ്പൊ ഇംഗർസോളിന്റെ കൃതികൾ നമുക്ക് ലഭ്യമാക്കാൻ നമുക്ക് എന്താ വഴി? അതിനുള്ള വഴി എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായി തന്നെ അത് ഇ ബുക്കുകളായിട്ടും ഓഡിയോ ബുക്കുകളായിട്ടും അത് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് വഴി എന്ന് പറയുന്നത്. അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പുസ്തകങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്ന മട്ടിൽ അത് യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ അത് സൗജന്യമായിട്ട് എത്തിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട സംഗതികൾ. അത്തരം ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ കാലമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. ആ ശ്രമങ്ങൾ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ വ്യക്തമായി പറഞ്ഞാൽ വളരെ അഡ്വാൻസ് ചെയ്ത ഒരു വലിയ ലീപ്പ് ഫോർവേഡാണ് നമ്മൾ ഈ വർഷം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, നിങ്ങൾ പല ആൾക്കാർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ താല്പര്യം ഉണ്ടായേക്കാവുന്ന ഒരു സംഗതി കൂടിയുണ്ട്. നമ്മൾ
ഈ റാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്നോ സെക്കുലർ മൂവ്മെന്റ് എന്നോ റാഷണൽ സെക്കുലറിസം എന്നോ അല്ലെങ്കിൽ ഫ്രീ തോട്ട് മൂവ്മെന്റ് എന്നോ ഒക്കെ പറയുന്ന ഈ പ്രസ്ഥാനം, ഇതെല്ലാം ഒരു പ്രസ്ഥാനം തന്നെയാണ് അല്ലേ. ഇത് പല ആൾക്കാരും സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ യുക്തിവാദം അല്ലെങ്കിൽ നാസ്തികത്വം എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ സംഭവം എന്താണെന്ന് പല ആൾക്കാർക്കും പിടികിട്ടുന്നില്ല. ഇത് വാളെടുക്കുന്നവന്റെ എല്ലാവരും വെളിച്ചപ്പാട് എന്ന് പറയുന്ന പോലെയാണ്. ഓരോരുത്തരും അവനവന് തോന്നുന്ന മട്ടിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെ, എങ്ങനെയൊക്കെയാണ് അതിന് നിർവചിക്കപ്പെട്ടു പോയിട്ടുള്ളത്? ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു വാക്ക് ആധുനികമായ കോണ്ടെക്സ്റ്റിൽ അത് രൂപപ്പെടുത്തുന്നത് രണ്ടുപേരും കൂടി ചേർന്നാണ്. ജൂലിയൻ ഹക്സ്ലിയും ജാക്വാൻ പ്രാഗും. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അത് 1949 ആ പേരിൽ ഒരു പ്രസ്ഥാനം തുടങ്ങാം എന്ന് കരുതുന്നത്. എന്തുകൊണ്ടാണ്? എത്തീസ്റ്റ് എന്ന് പറയുന്ന വാക്ക് അസ്വീകാര്യമാണ് പല സമൂഹങ്ങളിലും. അതുകൊണ്ട് കുറെ കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു പേര് ഉപയോഗിക്കണം എത്തീസ്റ്റുകൾക്ക്. ഇതായിരുന്നു അതിന്റെ ഉദ്ദേശം. ആരാണ് ജൂലിയൻ ഹക്സ്ലി? ആൽഡസ് ഹക്സ്ലിയുടെ പുത്രനാണ്. ജൂലിയൻ ഹക്സ്ലി അന്ന് യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽസിൽ ഒരാളാണ്. യുനെസ്കോയുടെ ആണോ WHO ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ജാക്വാൻ പ്രാഗ് എന്ന് പറയുന്നത് നെതർലാൻഡ്സിലെ ഒരു പ്രസിദ്ധനായ ചിന്തകനാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഹ്യൂമനിസ്റ്റ് ഇന്റർനാഷണൽ ഉണ്ടാക്കാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എൻലൈറ്റൻമെന്റ് മൂവ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ ജ്ഞാനോദയ പ്രസ്ഥാനം 1700കളിലുണ്ടായ അല്ലെങ്കിൽ 1700കളുടെ മധ്യത്തോടു കൂടി തീരുന്ന ജ്ഞാനോദയ പ്രസ്ഥാനം അല്ലെ, ശാസ്ത്രത്തിന്റെ വികാസത്തോടു കൂടി തുടങ്ങുന്ന ജ്ഞാനോദയ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായിട്ടുണ്ടായ ഒരു പ്രസ്ഥാനത്തെ മനുഷ്യ കേന്ദ്രീകൃതമായ ചിത്രങ്ങൾ, മനുഷ്യരുടെ ചിത്രങ്ങൾ, അതിന് മുമ്പൊക്കെ ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ വരച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ശില്പങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് മനുഷ്യരുടെ ചിത്രങ്ങൾ, മനുഷ്യരുടെ ശില്പങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃതമായ കലാരൂപങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് നമ്മൾ ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനം അന്ന് പറഞ്ഞിരുന്നത്. അത് മാറിയിട്ട് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ 1949 മുതൽ ഉള്ള ഒരു പുതിയ അർത്ഥം എന്ന് പറയുന്നത് ഡിവൈൻ സെൻട്രിക് എന്നതിന് പകരമായിട്ട് മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്ത. അധികാരം ദൈവികമല്ല, നിയമവ്യവസ്ഥ ദൈവികമല്ല, നമ്മുടെ എന്തിനാണ് ഈ സമൂഹം മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള അടിസ്ഥാന പ്രമാണം ദൈവികമല്ല, അതെല്ലാം മനുഷ്യ കേന്ദ്രീകൃതമാകണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നതാണ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം അതാണ്. ദൈവ കേന്ദ്രീകൃതം എന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ആ പദം ഒന്ന് ഉപയോഗിക്കുന്നത്? അതുകൊണ്ട് ഈ ഹ്യൂമാനിറ്റേറിയൻ അല്ലെ, ദയാപൂർവമായ സമീപനമുള്ള ഒരാള്, എംപതിയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് നമ്മുടെ പല ആൾക്കാരും മാനവികം എന്ന വാക്ക്, മാനവികം എന്നൊരു വാക്കാണ് ഇതിന് മലയാളത്തിലുള്ളത്. അപ്പം ഈ അർത്ഥം മനസ്സിലാക്കാതെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. നോക്കൂ, വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിന്റെ പേരാണ് സത്യസായി ബാബ ദി ഹ്യൂമനിസ്റ്റ്. ഇന്ത്യയിൽ ശ്രീ രവിശങ്കറിനും അദ്ദേഹം ഹ്യൂമനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആർക്കും തലയിൽ അണിയാവുന്ന ഒരു സംഗതിയാണ് ഈ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പേര്. അതുകൊണ്ട് തന്നെ ഇത്തരം ടെർമിനോളജികൾ കൊണ്ട് മാത്രം കാര്യമില്ല. നാസ്തികർ എന്ന് പറഞ്ഞാലോ, ഇപ്പം സവർക്കർ അദ്ദേഹം ഒരു നാസ്തികനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിന്ന അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് ഒരു നാസ്തികനായിരുന്നു. നാസ്തികനാവുക എന്ന് പറഞ്ഞാൽ ദൈവമില്ല, ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഹിന്ദു മതത്തിലെ ഒരു പ്രബല വിഭാഗം നാസ്തിക പാരമ്പര്യമുള്ളവരാ. ഹിന്ദു എത്തീസം എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളുണ്ട്. അത് പൂർണ്ണമാകുന്നില്ല അല്ലേ. അപ്പൊ അത് നാസ്തികം എന്ന് പറഞ്ഞ വാക്കും പൂർണ്ണമാകുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് നാസ്തികം എന്ന് ഉപയോഗിക്കുന്ന എന്തിനാണ്? അത് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു നോൺ തീസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തീസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ പദങ്ങൾക്ക് ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടം പോലെ അർത്ഥവ്യാഖ്യാനം നൽകാന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ തന്നെ അവർക്ക് തോന്നിയ രീതിയിൽ ഓരോന്നിനെയും അവർ നിർവചിക്കാൻ തുടങ്ങും. എന്താണ് സ്വതന്ത്ര ചിന്ത എന്നൊരാൾ പറയുമ്പോൾ അത് സ്വതന്ത്ര ചിന്തയായിട്ട് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് സ്വതന്ത്ര ചിന്ത അവരെ സംബന്ധിച്ചിടത്തോളം. ഈ പദങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിന് ചില അർത്ഥങ്ങളുണ്ട്, അതിനൊരു ചരിത്രമുണ്ട്. ഇപ്പൊ സ്വതന്ത്ര ചിന്ത എന്നുള്ള വാക്ക് ആദ്യമായിട്ട് വളരെ പ്രിഡോമിനന്റ് ആയിട്ട് ഉപയോഗിച്ചാൽ റോബർട്ട് ഗ്രീൻ ഇംഗസോളാണ്. അതുപോലെ തന്നെ യൂറോപ്പിൽ അതിനൊരു പ്രാധാന്യം വരുന്നത് ഈ ചാൾസ് ബ്രാട്ട്ല എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ദി ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞ ഒരു മാസിക തുടങ്ങുമ്പോഴാണ്. ചാൾസ് ബ്രാട്ട്ല ആരാന്ന് ഓർക്കണം. അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ദൈവനാമത്തിൽ അല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്താൽ ഇരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് പാർലമെന്റ് അംഗത്ത് നഷ്ടപ്പെടുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് വെളിയിലാക്കുന്ന സമയത്ത് ഗാന്ധി അക്കാലത്ത് അവിടെ ബാരിസ്റ്റർ വിദ്യാർത്ഥിയായിരുന്നു. ഗാന്ധി അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഗാന്ധി അവിടെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ചാൾസ് ബ്രാട്ട്ല. അദ്ദേഹം കൊണ്ടുവന്ന ഒരു വാക്കാണ് ഫ്രീ തിങ്കർ. അപ്പൊ അത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഫ്രീ തോട്ട് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വതന്ത്രമായി എനിക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അല്ലെ, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഫ്രീ തിങ്കിങ് വേണം ഒരാൾക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അത് ഇതൊക്കെ ഈ നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു
കളിമണ്ണാണ് എന്ന മട്ടിലാണ് പല ആൾക്കാരും ഇത്തരം കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ നിലയിലാണ് ഇവിടെ ഒരു യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം വരുന്നത്. കാരണം നമ്മുടെ ഈ മൂവ്മെന്റിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് വളരെ ആവശ്യമായിട്ട് വരുന്ന ഒരു സംഗതി ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച്, ടെർമിനോളജിയെക്കുറിച്ച്, ഈ പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ച്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമുക്ക് ഈ എല്ലാ സ്ഥലത്തും നമ്മൾ പ്രാദേശികമായി ഇപ്പോൾ നമ്മൾ ഒരു റാഷണലിസ്റ്റ് അംബാസഡേഴ്സിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് 4-5 മണിക്കൂർ വീതമാണെങ്കിൽ, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള പല പട്ടണങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെ പിന്നീട് ഈ സംഘടനകൾ ഫുള്ളായിട്ട് എംപ്ലോയ് ചെയ്യുകയാണ് പ്രധാന പട്ടണങ്ങളിലൊക്കെ തന്നെ. ഇസ്ലാം മതവിമർശനത്തിന് മലയാളത്തിൽ ആദ്യമായി വഴി തുറന്ന ഇടമറുകിന്റെ പുസ്തകം ഇന്ത്യൻ എഥീസ്റ്റ് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച ഖുർആൻ ഒരു വിമർശന പഠനം ഇപ്പോൾ പ്രിന്റഡ് ബുക്ക് ആയും ഇ ബുക്ക് ആയും ലഭിക്കുന്നു. പ്രിന്റഡ് ബുക്ക് ഇന്ത്യയിലെവിടെയും രജിസ്റ്റേർഡ് തപാലിലും, ഇ ബുക്ക് PDF ഫയലായി ഇമെയിലിലും ലഭിക്കും. ഈ ഹ്യൂമനിസ്റ്റ് പ്രൊഫഷണൽസും റാഷണലിസ്റ്റ് പ്രൊഫഷണൽസും ഒരു ഒഫീഷ്യൽ ജോലിയായിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യാന്ന് പറയുന്ന ഒരു ഫുൾ ടൈം ജോബായിട്ട് തന്നെ ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ ലോകത്തിലെ ഒട്ടേറെ സംഘടനകൾക്ക് അത്തരം ആൾക്കാരെ ആവശ്യമുണ്ട്. ഇവർക്കൊക്കെ തന്നെ ആവശ്യമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. ആ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇതിന്റെ ചരിത്രം, ഈ പ്രസ്ഥാനത്തിന്റെ ഘടന, ഇത് എങ്ങനെയാണ്, ഇന്നിപ്പോൾ ഏതാണ്ട് 6000-ലധികം യുക്തിവാദി സംഘങ്ങളുണ്ട് ലോകത്താകെ തന്നെ. ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വലിയ നെറ്റ്വർക്ക് വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്കെല്ലാവർക്കും ആവശ്യമായ ഒരുപാട് ഇത്തരം കാര്യങ്ങളിൽ പരിശീലനം സിദ്ധിച്ച ആൾക്കാർ വേണം. അവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് സെന്റർ തുടങ്ങാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ആ ട്രെയിനിങ് സെന്ററിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ വർഷം നമ്മൾ 200 പേരെ ട്രെയിൻ ചെയ്യാൻ പോവാണ്. അവർ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളത് ചില യൂണിവേഴ്സിറ്റികളുമായിട്ട് ഈ കോഴ്സ് വർക്ക് അഫിലിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സെക്കുലർ സ്റ്റഡീസിന് വേണ്ടി ഒരു സെന്റർ ഉണ്ട്, അവിടെ തന്നെ അഫിലിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യാൻ പറ്റുന്നു നോക്കുന്നുണ്ട്. AC ഗ്രെയിലിംഗ് കഴിഞ്ഞ തവണ ഇവിടെ ഹെൽസിങ്കി വന്നിരുന്നു. അദ്ദേഹം സ്വന്തമായി തന്നെ അദ്ദേഹത്തിന് ഒരു യൂണിവേഴ്സിറ്റി, അദ്ദേഹം തന്നെ സ്ഥാപിച്ചൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒന്നുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ AC ഗ്രെയിലിംഗ്, സ്റ്റീഫൻ ലോ, ഓറൻസ്റ്റീൻ തുടങ്ങിയ ആൾക്കാരെല്ലാം ഫാക്കൽറ്റിയിൽ ഉൾപ്പെടുത്തിക്കണം. അതായത് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും യൂറോപ്പിലെയും ഒക്കെയുള്ള, നമ്മുടെ ഇന്ത്യയിലെ ഉൾപ്പെടെ ഒക്കെയുള്ള പ്രമുഖരായ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെയൊക്കെ ഫാക്കൽറ്റിയിൽ പെടുത്തിക്കൊണ്ട് നമ്മളൊരു കോഴ്സ് വർക്ക് ഡെവലപ്പ് ചെയ്ത്, ആ കോഴ്സ് വർക്ക് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരു വർഷം 200 പേരെ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. അവരെ ഒരു പകുതിയിലേറെ ആൾക്കാരെയെങ്കിലും എംപ്ലോയ് ചെയ്യാം, ഇന്റർനാഷണലി തന്നെ എംപ്ലോയ് ചെയ്യാവുന്ന മട്ടിൽ അവരെ ട്രെയിൻ ചെയ്യുക എന്നതാണ് ഉദ്ദേശം. ഇത് ലോകത്തിലെ പല യുക്തിവാദി സംഘങ്ങളും കൂടി സഹകരിച്ച് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കുന്നത് റാഷണലിസ്റ്റ് ഇന്റർനാഷണലും ഫ്രീ തോട്ട് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ബ്രിട്ടനിലുള്ള ഓർഗനൈസേഷൻ കൂടി സംയുക്തമായിട്ടാണ്. അപ്പം അതിനൊക്കെ തന്നെ താല്പര്യമുള്ള ആൾക്കാർ അതിൽ രജിസ്റ്റർ ചെയ്യാൻ ആഴ്ചയിൽ 2-3 ദിവസം ഓൺലൈനായിട്ടായിരിക്കും ഇതിന്റെ കോഴ്സ് ഉള്ളത്. ആ കോഴ്സിൽ കൃത്യമായി പങ്കെടുക്കുകയും ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിൽ വെച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് കാണുന്ന ഒരു 1 month ഈ അധ്യാപകരെല്ലാം എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു പരിപാടി കൂടി ഉണ്ടാവും. അതിനുശേഷം അവർക്കൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് അവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർനാഷണൽ എംപ്ലോയ്മെന്റ് പൂളിലേക്ക് അവരെ അവൈലബിൾ ആക്കാവുന്ന മട്ടിൽ ഉള്ള ഒരു സംവിധാനം. ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ കൊല്ലത്തെ പരിപാടികളായിട്ട് മനസ്സിലുള്ളത്. ഇത് ആർക്കെങ്കിലും ഇതേക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ റാഷണലിസ്റ്റ് ഇന്റർനാഷണൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രൊജക്ട് ഫ്രീ തോട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായിട്ട്. അത് rationalist.net എന്നാണ് വെബ്സൈറ്റിന്റെ അഡ്രസ്സ്. rationalist plural.net. അപ്പം അവിടെ പോയി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ വിവരം കിട്ടും. അതല്ലെങ്കിൽ എനിക്ക് എഴുതിയാലും ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ഇത്തരം പദ്ധതികൾ വളരെ വലിയ, ഈ നമ്മൾ കേരളത്തിലെ പദ്ധതികൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ മലയാളി എന്ന നിലയിൽ എൻ്റെ ഒരു സവിശേഷമായ ശ്രദ്ധ എക്കാലത്തും കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അന്തർദേശീയമായി തന്നെ വലിയ പദ്ധതികൾ നമ്മൾ രൂപകൽപ്പന ചെയ്യുകയാണ്, നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണ്. ആ നടപ്പിലാക്കാൻ തയ്യാറെടുക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ 200 പേരെ ഓരോ വർഷം വീതവും ഇതിന്റെ നേതൃത്വത്തിലേക്ക് വളരാവുന്ന മട്ടിൽ ലോകമൊട്ടാകെ ഉള്ള, ഇപ്പൊ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ന്യൂസിലൻഡിലും ബ്രിട്ടനിലും അതല്ലെങ്കിൽ യൂറോപ്പിലെ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഇത്തരം ആവശ്യങ്ങൾക്ക് ഭാഗമായി ഇന്നിപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ലോകത്തിന് എല്ലാ ഭാഗത്തും മലയാളികളല്ലേ പോകുന്നത്. മലയാളികളായ ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് എവിടെയൊക്കെ ചെന്ന് ഇതിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് അത് ഫുൾഫിൽ ചെയ്യാൻ പലപ്പോഴും പറ്റിയെന്ന് വരാം. അതുകൊണ്ട് ഒരുപക്ഷെ അതിൻ്റെ ഒരു വലിയ സെന്റർ ഓഫ് അട്രാക്ഷൻ ഒരുപക്ഷെ കേരളത്തിൽ വരാം എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും അങ്ങനെ ഒരു ട്രെയിനിങ് സെന്റർ, ഓൺലൈൻ ട്രെയിനിങ് സെന്റർ നമ്മൾ ആരംഭിക്കുകയാണ്. അതും ഉടൻ തന്നെ അനൗൺസ് ചെയ്യും. താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ ഈ കൊല്ലത്തെ പരിപാടികൾ എന്ന് പറയുന്നത്. ഇത് തന്നെ വളരെ വലിയ പദ്ധതികളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പദ്ധതികളൊന്നും
നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഒട്ടേറെ ആൾക്കാർ ഇതിൻ്റെ കൂടെ കൂടിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും പല സംഘടനകളുടെയും ഗ്രൂപ്പുകളുടെയും വ്യക്തികളുടെയും ഒക്കെ ഒരു സമ്മേളിച്ച പ്രവർത്തനം കൊണ്ടാണ് ഇത് പൂർത്തിയാകുന്നത്. അത് വിജയകരമാകുന്നതോടൊപ്പം തന്നെ അടുത്ത വർഷവും നമ്മൾ ഇത്തരം കാര്യങ്ങളിലുള്ള പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുകയും പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ എല്ലാ കൊല്ലവും ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു ഇന്റർനാഷണൽ മീറ്റ് നടക്കാറുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും. ഇന്ത്യയിലാണ് നമ്മൾ തുടങ്ങിയത് 1995. അത് ഇക്കൊല്ലം നടന്നത് ഒരു കപ്പലിൽ വെച്ചിട്ടാണ്. നമ്മൾ മുഴുവൻ ആൾക്കാരും ഒരു ക്രൂസിൽ യാത്ര ചെയ്തുകൊണ്ടായിരുന്നു ഈ സമ്മേളനം നടത്തിയത്. അപ്പൊ അതുപോലെ ഒരെണ്ണം വരുന്നുണ്ട്. അത് അടുത്ത വർഷം ഏപ്രിലായിരിക്കും. അത് സംബന്ധിച്ച അറിയിപ്പുകളും വരും. ഇത്തവണത്തെ സമ്മേളനത്തിൽ നമുക്ക് 8 പേര് മലയാളി ഉണ്ടായിരുന്നു, കുടുംബമായിട്ട് വന്ന. പലരും സ്വീഡനിൽ നിന്ന് വന്ന മലയാളികള്, ജർമ്മനിയിൽ നിന്ന് വന്ന മലയാളികള്, അയർലൻഡിൽ നിന്ന് വന്ന മലയാളികളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പം അത് ഒരുപക്ഷെ ഇത്തരം സമ്മേളനങ്ങളിൽ ഭാവിയിൽ പങ്കെടുക്കാനും കുറഞ്ഞ പക്ഷം നിങ്ങളുടെ സ്ഥലത്തെ റാഷണലിസ്റ്റ് അംബാസിഡർ ആകാനും ഒക്കെ സാധിക്കുമെങ്കിൽ അതിനുള്ള സന്നദ്ധത അറിയിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇടമറുകിന്റെ സ്മരണ എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള കഥകൾ പറയുക, അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുക എന്നതൊക്കെ പ്രധാനമാണ്. അതൊക്കെ തന്നെ ആവേശകരമാണ്. എല്ലാവർക്കും അദ്ദേഹവുമായി സഹകരിച്ചു പോയ എല്ലാ വ്യക്തികൾക്കും, ആ നിലയിൽ ഒരു വ്യക്തി തന്നെയാണ് ഞാനും എന്ന നിലയിൽ, എല്ലാവർക്കും തന്നെ അത് ഒരു പ്രചോദകമാണ്. എന്നതോടൊപ്പം തന്നെ ഇത് ടേക്കിംഗ് ദി മൂവ്മെന്റ് ടു ദി നെക്സ്റ്റ് സ്റ്റേജ്, നെക്സ്റ്റ് സ്റ്റെപ്പ്, അതാണ് ഏറ്റവും പ്രധാനം. അടുത്ത ഘട്ടത്തിലേക്ക്, നമ്മൾ അടുത്ത യുഗത്തിലേക്ക് കടക്കുകയാണ് ഓരോ തവണയും. നമ്മുടെ പ്രവർത്തനങ്ങൾ പുതിയ തലങ്ങൾ കയറി മുന്നേറുകയാണ്. അപ്പൊ നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു വട്ടത്തിലോ മലയാളികൾ എന്ന് പറയുന്ന ഒരു കൊച്ചു രൂപത്തിലോ ഒതുങ്ങി നിൽക്കാതെ ഇതിന്റെ വാതായനങ്ങൾ തുറക്കുന്നത് തിരിച്ചറിയുക, ചിറകടിച്ച് മുന്നോട്ട് വരിക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്കുള്ള സ്വാഗതം കൂടിയാണ് ഈ പറയുന്ന പദ്ധതികൾ. താങ്ക് യു. യുക്തിചിന്തയുടെ രഥവേഗമാണ് തേരാളി ഓൺലൈൻ മാഗസിൻ. ഒട്ടനവധി പുതിയ ലേഖനങ്ങൾ തേരാളി ഓൺലൈൻ മാഗസിനിൽ സ്ഥിരമായി വരുന്നുണ്ട്. തേരാളി ഓൺലൈൻ മാഗസിൻ സന്ദർശിക്കാൻ താങ്കളെ ക്ഷണിക്കുന്നു. വെബ് അഡ്രസ് ചുവട്ടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.